ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എന്താണ് സീക്വൻസ് നോക്കാം. ഓക്കെ, a function whose domain is the set n of natural numbers and range a set of real numbers is called a real sequence. ശരിക്കും ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു ഫംഗ്ഷൻ ആണ്. എന്നിൽ നിന്ന് ഡൊമൈൻ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും, റേഞ്ച് എന്തായിരിക്കും? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. Okay, so it's actually a function from n to r. കോഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ റിയൽ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സീക്വൻസിന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് സീക്വൻസ് ചെയ്യാൻ ഇങ്ങനെ ബ്രാക്കറ്റ്സിൽ എന്താണ് കേർലി ബ്രാക്കറ്റ്സിലും അതുപോലെ തന്നെ ഓപ്പൺ ബ്രാക്കറ്റ്സിലും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. So sequence n is equal to sequence a1, a2, etc. അപ്പോൾ സീക്വൻസ് ആകുമ്പോൾ ഇതേപോലെ തന്നെയാണ്. ഫസ്റ്റ് പൊസിഷനിൽ എന്താണെന്ന് പറയാൻ പറ്റണം, സെക്കൻഡ് പൊസിഷനിൽ എന്താണ്, അങ്ങനെ പറയാൻ പറ്റണം. ഓക്കെ, സോ അതാണ് അപ്പോൾ എന്താണ്, അതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക് സീക്വൻസസിന്റെ. സീക്വൻസ് n is equal to സീക്വൻസ് -1 raised to n. ഇതിലെ എലിമെന്റ്സ് എന്താണ്? 1 കൊടുക്കുമ്പോൾ -1, 1, -1, 1, etc. അല്ലെ, ഇതൊരു സീക്വൻസ് ആണ്. ഈ സീക്വൻസ് ഏതാണ്? 1, 1/2, 1/3, etc. ഓക്കെ, ഈ സീക്വൻസ് എന്താണ്? നമ്മൾ n equal to 1 കൊടുക്കുമ്പോൾ 0, n equal to 2 കൊടുക്കുമ്പോൾ 2, 0, പിന്നെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും അല്ലേ, 0, 2, etc. ഓക്കെ, പിന്നെ എന്താണ് n ഫാക്ടോറിയൽ? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ, 2 ഫാക്ടോറിയൽ, 3 ഫാക്ടോറിയൽ, etc. Sequence an where n is equal to 1 for all n belongs to n. ഈ സീക്വൻസിനെ നമ്മൾ എന്താ പറയാ? It is a constant sequence അല്ലേ? 1 റിപ്പീറ്റഡ് ആവാണ്. 1 ഏത് n belongs to n? a1 ആയാലും 1 ആണ്, a2 ആയാലും 1 ആണ്. സോ 1, 1, 1, etc. സോ ഇതാണ് ഒരു കോൺസ്റ്റന്റ് സീക്വൻസ്. ഓക്കെ, പിന്നെ എന്താണ് 1 plus 1 by n raised to n? എന്താണ് വരുന്നത്? 1 plus 1, that is 1 plus 1 raised to 1. പിന്നെ എന്താണ് 1 plus 1 by 2 raised to 2, അങ്ങനെ പോകുന്നത് അല്ലേ. അപ്പൊ അതൊരു സീക്വൻസ് ആണ്. സോ ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ് സീക്വൻസസിന്റെ. ഓക്കെ, ഇനി നമുക്ക് സീക്വൻസസ് ഇങ്ങനെ മാത്രമല്ല റെക്കർസീവ് ആയിട്ടൊരു ഡെഫിനേഷനിലും സീക്വൻസസ് വരാം. ദാറ്റ് ഈസ് x1 1 ആണ്, സോറി x1 എന്താണ് 2 ആണ്. അപ്പൊ xn+1 എന്ന് പറയുന്നത് xn+2 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ x1 1 ആകുമ്പോൾ x2 എന്ന് പറയുന്നത് ഇവിടെ x1+2 ആണ്. അപ്പൊ അതെന്താണ് 2+2 4 ആണ്. ഓക്കെ, പിന്നെന്താ x3 എന്ന് പറയുന്നത് x2+2 ആണ് അല്ലെ, വിച്ച് ഇസ് 4+2 6 ആണ്. അപ്പൊ അങ്ങനെ എന്തായിരിക്കും സീക്വൻസ് 2, 4, 6, etc. എന്ന് പറഞ്ഞിട്ടുള്ളതായിരിക്കും ആ xn എന്നുള്ള സീക്വൻസ്. ഓക്കെ, പിന്നെ ഫിബൊനാച്ചി സീക്വൻസ് അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. അതെന്താണ്? f1 എന്ന് പറയുന്ന 1, f2 എന്ന് പറയുന്ന 1, f3 എന്തായിരിക്കും? f3 എന്ന് പറയുന്ന f1+f2 അല്ലെ. f3 എന്ന് പറയുന്ന ഇവിടെ f1+f2. അപ്പൊ നമുക്ക് എന്താ വരിക? 1 + 1 2 അല്ലെ. അത് നമുക്ക് അറിയുന്ന സീക്വൻസ് 1, 1, 2, 3, 5 അങ്ങനെ പോകുന്ന സീക്വൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയും റെക്കർസീവ് ആയിട്ടുള്ള ഡെഫിനിഷനും സീക്വൻസസിന് ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ സം ഓഫ് ടു സീക്വൻസസ് ഡിഫറൻസ് അങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. x ഈക്വൽ ടു എക്സിനും y ഈക്വൽ ടു y എന്ന് പറയുന്ന രണ്ട് സീക്വൻസ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ സം എന്ന് പറയുന്നത് എന്താണ്? x+y എന്ന് പറയുന്ന xn+yn n belongs to n. അതുപോലെ ഡിഫറൻസ് എന്ന് പറയുന്നത് xn-yn. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു സീക്വൻസ് എന്നും ഒരു സീക്വൻസ് n+1 ഉണ്ടെങ്കിൽ ഇവരുടെ സം എന്ന് പറയുന്നത് n+n+1 അത്രയേ ഉള്ളൂ. That is 2n+1 അത്രയേ ഉള്ളൂ. അതുപോലെ ഡിഫറൻസ് എന്ന് പറയുന്നത് xn-yn ആണ്, പ്രൊഡക്റ്റ് xn into yn ആണ്, cx സ്കെയിലാർ മൾട്ടിപ്പിൾ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cxn n belongs to n ആണ്. പിന്നെ കോഷ്യന്റ് എന്ന് പറയുന്നത് z equal to z എന്ന് പറയുന്ന സീക്വൻസ് ആയിരിക്കണം, നോൺ സീറോ ആയിരിക്കണം, നോൺ സീറോ ടേംസ് ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ x/z നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, xn/zn such that n belongs to n. Okay, fine. നെക്സ്റ്റ് ഇസ് റേഞ്ച് ഓഫ് എ സീക്വൻസ്. ഒരു സീക്വൻസിന്റെ റേഞ്ച് അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയും, അതിനെ റേഞ്ച് സെറ്റ്. ഒരു സീക്വൻസിന്റെ റേഞ്ച് സെറ്റ് എന്ന് പറഞ്ഞാലും റേഞ്ച് എന്ന് പറഞ്ഞാലും സെയിം സംഭവമാണ്. അപ്പൊ അതെന്താ പറയുന്നത്? ദാറ്റ് ഈസ് range or range set of a sequence is a set consisting of all distinct terms of a sequence without repetition and without regard to the position of the term.
ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇപ്പം എ എന്ന് പറയുന്ന സീക്വൻസ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സീക്വൻസ് എടുക്കാം. ഈ -1 ഇതെന്താണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ, -1 1 -1 1 അതാണ്. അപ്പോൾ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, സീക്വൻസിലെ ടേംസ് വരണം, സീക്വൻസിലെ എന്തായിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ടേംസ് ആയിരിക്കണം, അതിന് എന്തുണ്ടാവരുത്, റിപ്പീറ്റേഷൻ ഉണ്ടാവരുത്. ഓക്കെ, റിപ്പീറ്റേഷൻ വേണ്ട, ആൻഡ് വിത്തൗട്ട് റിഗാർഡ് ടു ദ പൊസിഷൻ ഓഫ് ദ ടേം. പൊസിഷൻസ് ഒന്നും മാറ്റർ ആവുന്നില്ല. സോ ഇതിന്റെ റേഞ്ച് സെറ്റിൽ എന്താ ഉണ്ടാവുക, ആകെ -1 ഉം 1 ഉം മാത്രമേ രണ്ട് ടേംസ് ആണ്, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ റേഞ്ച് ഓഫ് എൻ എന്തായിരിക്കും, -1 1 ആയിരിക്കും ഉണ്ടാവുക. വേറൊരു എക്സാമ്പിൾ നോക്കാം. എൻ എന്ന് പറയുന്നത് സേ n+1 എടുത്തു വിചാരിക്കാം, അതെന്താ വരുന്നത് 2 3 4 എക്സെട്ര അല്ലെ. അപ്പൊ ഈ സീക്വൻസിന്റെ റേഞ്ച് സെറ്റ് എന്തായിരിക്കും, ഈ സീക്വൻസിന്റെ റേഞ്ച് സെറ്റ് ഈ 2 3 4 എക്സെട്ര തന്നെയാണ് അല്ലെ, കാരണം സെയിം ആയിട്ടുള്ള ടേംസ് ഒന്നും ഇല്ല. ഓക്കെ, പിന്നെ പൊസിഷൻ ഒന്നും, പിന്നെ സെറ്റ് ആണല്ലോ, പിന്നെ പൊസിഷൻ ഒന്നും മാറ്റർ ആവുന്നില്ല. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ, ഇപ്പൊ കോൺസ്റ്റന്റ് സീക്വൻസ് ആകുമ്പോൾ എന്താണ്, ഇപ്പൊ എ എന്ന് പറയുന്നത് n = 5 ആണെന്ന് വിചാരിക്കുക, എല്ലാ n ബിലോങ്സ് ടു n. കോൺസ്റ്റന്റ് സീക്വൻസ് ആണെങ്കിൽ ന്റെ റേഞ്ച് എന്തായിരിക്കും, ജസ്റ്റ് സെറ്റ് 5 ആയിരിക്കും. ഓക്കെ, 5 5 5 എക്സെട്ര എന്ന് എഴുതണ്ട, 5 ആണ് അതിന്റെ റേഞ്ച് സെറ്റ്, 5 മാത്രമേ, നമ്പർ 5 മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബൗണ്ട്സ് ഓഫ് എ സീക്വൻസ്. നമ്മൾ ബൗണ്ടഡ് സെറ്റ് ഒക്കെ പറയുന്ന പോലെ ബൗണ്ടഡ് എബവ് ആയിട്ടുള്ള സീക്വൻസസ്. ഒരു സീക്വൻസ് ബൗണ്ടഡ് എബവ് ആണെന്ന് പറഞ്ഞാൽ നമുക്കൊരു റിയൽ നമ്പർ m വേണം, സച്ച് ദാറ്റ് അതിലുള്ള എല്ലാ ടേംസും എന്തിനേക്കാളും ചെറുതായിരിക്കണം, m-നേക്കാളും ചെറുതായിരിക്കണം. അപ്പൊ ബൗണ്ടഡ് എബവ് ആവുന്ന, ഇപ്പൊ ഫൈനൈറ്റ് എന്താ പറയാ, ഫൈനൈറ്റ് അല്ല സോറി, കോൺസ്റ്റന്റ് സീക്വൻസ്, കോൺസ്റ്റന്റ് സീക്വൻസ് നമ്മൾ എടുത്താൽ എന്താണ്, അത് ബൗണ്ടഡ് എബവ് ആണ്. ഓക്കെ, ഇനിയിപ്പം ഈ നമ്മൾ പറഞ്ഞേ 1 + -1n ഇതെടുത്താൽ എന്താണ് 0 2 0 2, അതും ബൗണ്ടഡ് എബവ് ആണ്. ഓക്കെ, പക്ഷെ നമ്മളിപ്പം n എന്നുള്ള സീക്വൻസ് ആണ് എടുക്കണമെങ്കിൽ 1 2 3 എക്സെട്ര ആണ്, അത് ബൗണ്ടഡ് എബവ് അല്ല. ഓക്കെ, പിന്നെ അതേപോലെ ബൗണ്ടഡ് ബിലോ എന്ന് പറയുമ്പോൾ n > സം സ്മോൾ m ആയിരിക്കണം, എല്ലാ n ബിലോങ്സ് ടു n ന്. ഇപ്പൊ ഇത് ഈ സെറ്റ് എന്താണ്, ഈ സെറ്റ് ബൗണ്ടഡ് ബിലോ ബൈ 0 ആണ് അല്ലെ, ബൗണ്ടഡ് ബിലോ ആണ്. ഈ കോൺസ്റ്റന്റ് സീക്വൻസ് ആണെങ്കിലും ബൗണ്ടഡ് ബിലോ ആണ്. ഇപ്പം ഈ n എന്ന് പറയുന്നത് ഇവിടെ ബൗണ്ടഡ് ബിലോ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് കുറെ സീക്വൻസസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ ബൗണ്ടഡ് ആവുന്ന സീക്വൻസസ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് ബിലോയും ആയിരിക്കണം, ബൗണ്ടഡ് എബോവ് ആയിരിക്കും അല്ലെ. സീക്വൻസ് 1/n, n ബിലോങ്സ് ടു n എടുത്താൽ അതെന്താണ്, ബൗണ്ടഡ് എബോവും ആണ്, ബൗണ്ടഡ് ബിലോവും ആണ് അല്ലെ. ബൗണ്ടഡ് ബിലോ ബൈ 1, ബൗണ്ടഡ് ബിലോ ആണ്, അതുപോലെ തന്നെ സോറി ബൗണ്ടഡ് എബോവ് ബൈ 1 ആൻഡ് ബൗണ്ടഡ് ബിലോ ബൈ 0. ഓക്കെ, സോ ബൗണ്ടഡ് എബോവ് ആണ്, ബൗണ്ടഡ് ബിലോ ആണ്. ഓക്കെ, ഇനി കൺവെർജൻസ് ഓഫ് സീക്വൻസസ് ആണ്. A sequence A is said to converge to a real number L if for every epsilon greater than 0 there exists a k belongs to n such that modulus of an minus L is less than epsilon for all n greater than or equal to k. That is, an എന്ന് പറയുന്നത്, a എന്ന് പറഞ്ഞൊരു സീക്വൻസ് നമ്മൾ എല്ലിലേക്ക് കൺവേർജ് ചെയ്യാന്ന് പറയണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് നമുക്ക് കണ്ടെത്താൻ പറ്റണം. ആ സ്റ്റേജിന് ശേഷം എല്ലിന്റെ ഏത് എപ്സിലോൺ നൈബർഹുഡ് എടുത്താലും ഈ സീക്വൻസിലെ ടേംസ് ഒക്കെ ഈ ഒരു സ്റ്റേജിന് ശേഷം ഈ സീക്വൻസിലെ ടേംസ് ഒക്കെ ഇതേ ഈ നൈബർഹുഡിലായിരിക്കണം കിടക്കുന്നത്. ദാറ്റ് ഈസ്, ആ സ്റ്റേജിന് ശേഷം ഈ നൈബർഹുഡിന്റെ പുറത്ത് നോക്കുമ്പോൾ സീക്വൻസിലെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ കൺവെർജ് ചെയ്യാന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ് അല്ലെ, എല്ലിലോട്ട് വരിക, ടേംസ് എൽ എന്ന് പറഞ്ഞ നമ്പറിലേക്ക് സീക്വൻസിലെ ടേംസ് എല്ലാം അപ്രോച്ച് ചെയ്യുക, അതാണ്. അപ്പൊ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an = L, അല്ലെങ്കിൽ an ടെൻസ് ടു L ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n² എന്താണ്, 0 ആണെന്ന് നമുക്കറിയാലേ. ജസ്റ്റ് ഒന്ന് ഇത് ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ L എന്താണ്, ഇവിടെ L 0 ആണ്, നമ്മുടെ ans എന്ന് പറയുന്നത് 1/n² ആണ് അല്ലെ. അപ്പൊ നമ്മളൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഫിക്സ് ചെയ്തു. ഓക്കെ, നമുക്ക് ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഒരു ആർബിട്രറി എടുത്തു എന്ന് മാത്രം. ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് എന്താ കാണിക്കേണ്ടത്, ഒരു k ബിലോങ്സ് ടു n വേണം, such that 1/n² - 0 is less than epsilon ആയിട്ട് വേണം അല്ലെ.
അപ്പൊ നമുക്ക് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കറിയാം ഏത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും നമുക്കൊരു നാച്ചുറൽ നമ്പർ k ബിലോങ്സ് ടു n ഉണ്ട് അല്ലെ സച്ച് ദാറ്റ് എന്താണ് 1/√epsilon എന്ന് പറയുന്നത് എന്താണ് ലെസ് ദാൻ എന്തായിട്ട് k ആയിട്ട് ഇതിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്തിനാ ഈ 1/√epsilon എടുത്താൽ നമുക്ക് മനസ്സിലാവും 1/n² - 0 ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കാണിക്കണമെങ്കിൽ 1/n² എപ്സിലോണിനേക്കാൾ ചെറുതാണ് ഈ മോഡുലസിന്റെ ആവശ്യമില്ല അല്ലെ 1/n² എപ്സിലോണിനേക്കാൾ ചെറുതാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത് അപ്പം നമുക്ക് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി വെച്ചിട്ട് അറിയാം ദർ എക്സിസ്റ്റ് k ബിലോങ്സ് ടു n സച്ച് ദാറ്റ് 1/√epsilon എന്ന് പറയുന്നത് k നേക്കാളും ചെറുതാണ് അപ്പം നമ്മൾ എന്തെടുത്താൽ മതി നമുക്ക് വേണ്ട ആ k ആയിട്ട് ദാറ്റ് ഈസ് if n greater than or equal to k ഈ k നെക്കാളും വലുതായിട്ട് ആ n നമ്മൾ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും n എന്തിനേക്കാളും വലുതാവും 1/√epsilon നേക്കാളും വലുതാവും അല്ലേ അപ്പൊ അതിന് നമുക്ക് എന്ത് കിട്ടും n² എന്ന് പറയുന്നത് 1/epsilon നേക്കാളും ചെറുതാവും വലുതാവും അപ്പൊ അതിന് നമുക്ക് കിട്ടുന്നതാണ് 1/n² എന്തിനേക്കാളും ചെറുതാവും എപ്സിലോണിനേക്കാളും ചെറുതാവും ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടി നമുക്ക് there exists k belongs to n such that 1/n² is less than epsilon എന്ന് കിട്ടി അപ്പൊ ഈ 1/n² എങ്ങോട്ട് കൺവേർജ് ചെയ്യും 0ലേക്ക് കൺവേർജ് ചെയ്യും നമ്മളിവിടെ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് 1/√epsilon ലെസ് ദാൻ k എടുത്തു അപ്പൊ ഈ നമ്മൾ എടുക്കുകയാണ് ഇഫ് n greater than or equal to this particular k we get that 1/n² is less than epsilon അപ്പൊ നമുക്കൊരു സ്റ്റേജ് കിട്ടി ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമ്മളിത് ഡെഫിനിഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യുക ഫൈൻ ഇനി നോക്കൂ xn എന്ന് പറയുന്നത് ഈ സീക്വൻസ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ എന്താണ് 0 2 0 2 എക്സെട്ര ഈ സീക്വൻസ് കൺവെർജസ് ആണോ ഡൈവേർജസ് ആണോ കൺവെർജസ് അല്ല നമുക്ക് അല്ലേ ഒരു ഇൻഡ്യൂഷൻ ഉണ്ട് എന്തായാലും കൺവെർജ് ചെയ്യില്ല നമുക്കിത് ജസ്റ്റ് നമുക്ക് നമ്മുടെ ഡെഫിനിഷൻ വെച്ച് നോക്കാം ജസ്റ്റ് ഞാനൊരു എപ്സിലോൺ എന്ന് പറയുന്നത് 1 ചൂസ് ചെയ്തു വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ for any natural number k ഏത് നാച്ചുറൽ നമ്പർ k നമ്മൾ കൺസിഡർ ചെയ്താലും നമുക്ക് ഓൾവേസ് ഒരു ഈവൻ നമ്പർ n എന്ന് പറയുന്ന ഈവൻ നമ്പർ കണ്ടെത്താൻ പറ്റില്ലേ സച്ച് ദാറ്റ് n ഗ്രേറ്റർ ദാൻ k ആയിട്ട് അല്ലെ ഏതൊരു നാച്ചുറൽ നമ്പർ തന്നാലും അതിനേക്കാൾ വലിയൊരു ഈവൻ നമ്പർ കണ്ടെത്താൻ പറ്റും അല്ലെ അപ്പൊ ഈവൻ നമ്പർ ആണ് n ഈവൻ ആകുമ്പോൾ നമ്മുടെ xn എന്തായിരിക്കും 2 ആയിരിക്കും സപ്പോസ് നമ്മൾ പറയാണ് xn 0ലേക്കാണ് കൺവെർജ് ചെയ്യുന്നതെന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ 0 ഇതിന്റെ ലിമിറ്റ് ആവുമോ നമുക്ക് നോക്കാം അതാണ് നമ്മൾ വിചാരിക്കണം അപ്പൊ നമ്മൾ പറയുന്നു എപ്സിലോൺ ഈക്വൽ ടു 1 എടുത്താൽ എനി നാച്ചുറൽ നമ്പർ k എടുത്തു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഈവൻ നമ്പർ കണ്ടെത്താൻ പറ്റും ഈ നാച്ചുറൽ നമ്പറേക്കാൾ വലുതായിട്ട് അപ്പൊ n ഈവൻ ആവുമ്പോൾ ഈ xn എന്താണ് 2 ആണ് അപ്പൊ പക്ഷെ നമ്മൾ xn - 0 ആണ് ലിമിറ്റ് എങ്കിൽ xn - 0 എന്തായിരിക്കണം എപ്സിലോണിനേക്കാളും ചെറുതായിരിക്കണം പക്ഷെ ഇതെന്താണ് 2 - 0 ആണ് which is 2 and that is greater than 1 അപ്പൊ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടി അപ്പൊ 0ലേക്ക് എന്തായാലും കൺവെർജ് ചെയ്യാൻ പോകുന്നില്ല ഇനി ഇതേപോലെ തന്നെ 2ലേക്ക് കൺവെർജ് ചെയ്യില്ല എന്ന് എനിക്ക് എന്തെടുത്താൽ മതി n ഓഡ് ആക്കി എടുത്താൽ മതി അല്ലെ എപ്സിലോൺ ഇതേപോലെ തന്നെ എന്താണ് 1 ചൂസ് ചെയ്താൽ മതി 1 ചൂസ് ചെയ്താൽ നമുക്ക് ഏതൊരു നാച്ചുറൽ നമ്പർ k ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഓഡ് നമ്പർ കണ്ടെത്താൻ പറ്റും such that n greater than k പക്ഷെ n ഓഡ് ആവുന്ന സമയത്ത് എന്താ പറയുക n ഈവൻ ആവുന്ന സമയത്ത് പറഞ്ഞാൽ x2 നോക്കൂ x2 4 ആണ് x4 2 ആണ് സോറി x2 2 ആണ് x4 2 ആണ് x6 2 ആണ് വെച്ചാൽ ഈവൻ പൊസിഷൻസിലൊക്കെ 2 ഓഡ് പൊസിഷൻസിലൊക്കെ 0 ആണ് അതുകൊണ്ടാണ് xn 2 ആവും when n is even എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ n ഓഡ് ആവുമ്പോൾ നമുക്ക് എന്താണ് xn 0 ആണ് again നമ്മൾ xn എന്താണ് xn -2 കൺസിഡർ ചെയ്താൽ എന്താണ് 0 - 2 ആണ് again 2 ആണ് അത് ഗ്രേറ്റർ ദാൻ 1 ആണ് അത് കോൺട്രഡിക്ഷൻ ആണ് അപ്പോൾ ഒന്നിലേക്കും അത് 2ലേക്കും കൺവെർജ് ചെയ്യില്ല 0യിലേക്കും കൺവെർജ് ചെയ്യില്ല ഓക്കെ ഫൈൻ അപ്പോൾ നമുക്ക് കുറച്ച് സീക്വൻസസ് നോക്കാം അതിന്റെ കൺവെർജന്റ് ആണോ പിന്നെ കൺവെർജന്റ് അല്ലാത്ത സീക്വൻസസിനെ നമ്മൾ ഡൈവർജന്റ് എന്ന് പറയും ഓക്കെ അപ്പൊ 1/n² അല്ലെ അത് 0 ആണ് അതിന്റെ ലിമിറ്റ് കൺവെർജ് ചെയ്യുന്നുണ്ട് ഡൈവർജന്റ് അല്ല ഇനി നോക്കൂ 3n+2/n+1 ഇത് നമ്മൾ ജസ്റ്റ് ലിമിറ്റ് എടുത്താൽ മതി സീക്വൻസിന്റെ ലിമിറ്റ് നോക്കിയാൽ മതി ജസ്റ്റ് നമുക്ക് n പുറത്തെടുക്കാം 3+2/n by n into 1+1/n അല്ലെ അപ്പൊ നമുക്ക് 3 ആണ് കിട്ടുന്നത് സോ അതിനെന്താണ് ഒരു ഫൈനൈറ്റ് ലിമിറ്റ് ഉണ്ട് സോ ഇറ്റ് ഈസ് കൺവെർജന്റ് പക്ഷെ എന്തല്ല ഡൈവർജന്റ് അല്ല നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n റേസ് ടു 1/n എന്ന് പറയുന്നത് 1 ആണ് സോ ഇത് കൺവെർജന്റ് ആണ് ഡൈവർജന്റ് അല്ല ഓക്കെ പിന്നെ ഇതും നമുക്കറിയാം ലിമിറ്റിന്റെ പ്രോപ്പർട്ടീസിൽ ഉള്ളതാണ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a റേസ് ടു 1/n ഫോർ a ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് എന്താണ് 1 ആണ്
അപ്പോൾ ഇത് കൺവെർജന്റ് ആണ്, ഡൈവർജന്റ് അല്ല. വാട്ട് എവർ ദിസ് സീക്വൻസ്, ഈ സീക്വൻസ് എന്താണ്, ലിമിറ്റ് n tends to infinity root of n plus 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻഫിനിറ്റി, റൈറ്റ്? സോ ഇറ്റ് ഇസ് നോട്ട് കൺവെർജന്റ്, ഇറ്റ് ഇസ് ഡൈവർജന്റ്. ഇനി 1 by n square n factorial ലിമിറ്റ് n tends to infinity 1 by n factorial 0. ഓക്കെ, അതുകൊണ്ട് കൺവെർജന്റ് ആണ്, ഡൈവർജന്റ് അല്ല. ഈ n എന്ന് പറയുന്നത് നമുക്കറിയാം ഡൈവർജന്റ് ആണ്, കൺവെർജന്റ് അല്ല. ഓക്കെ, ഇനി എവറി കൺവെർജന്റ് സീക്വൻസ് ഇസ് ബൗണ്ടഡ്. ഓക്കെ, അപ്പൊ ഒരു സീക്വൻസ് കൺവെർജന്റ് ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ അത് ബൗണ്ടഡ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. കോൺവേഴ്സ് ട്രൂ അല്ല അല്ലേ? നമ്മൾ എപ്പോഴും എടുക്കുന്ന എക്സാമ്പിൾ -1n ആണ്. എന്താണ്, ഇപ്പം 0 to 0 to ആ സീക്വൻസ് എടുക്കാം, ഏതും എടുക്കാം. -1 1 ആ സീക്വൻസ് എടുത്താൽ ഇതൊരു ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്, പക്ഷെ എന്തല്ല, കൺവെർജന്റ് അല്ല, അല്ലെ? കൺവെർജന്റ് അല്ല. ഇനി എന്താണ്, a sequence cannot have more than one limit. ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് is limit points of a sequence. A real number L is said to be a limit point of a sequence if every neighborhood of L contains infinitely many members of the sequence എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ലിമിറ്റ് പോയിന്റും ലിമിറ്റും വ്യത്യാസം ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ലിമിറ്റ് പോയിന്റ്സ് നോക്കാം. ഇപ്പം നമ്മൾ -1n അല്ലെങ്കിൽ പോട്ടെ, എപ്പോഴും നമ്മൾ -1n എടുക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ 0 to അത് എടുക്കുക വിചാരിക്കാം. 0 to 0 to എക്സെട്ര. ഈ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ സീറോന്റെ ഏത് നൈബർഹുഡ് നമ്മൾ കൺസിഡർ ചെയ്താലും സീക്വൻസിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഇല്ലേ? ഏതാ ഇൻഫൈനൈറ്റ് നമ്പർ? 0 തന്നെ ഇല്ലേ ആ നൈബർഹുഡില്? അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 0 എന്താണ്, ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. ഇതേപോലെ 2 ഈ സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് ആണ്. പക്ഷെ ഇതൊന്നും ഇതിന്റെ ലിമിറ്റ് അല്ല കേട്ടോ, ലിമിറ്റ് ഇല്ല. നമുക്കറിയാലോ ഈ സെറ്റ് ഈ സീക്വൻസ് ഡൈവർജന്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. അപ്പൊ അതെന്താണ്, അതിന് ലിമിറ്റ് ഇല്ല, പക്ഷെ ലിമിറ്റ് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി വേറെ ഇപ്പം സീക്വൻസ് 1 ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ലിമിറ്റ് പോയിന്റ് 1 ആണ്. ഓക്കെ, ഇതിന്റെ ലിമിറ്റ് പോയിന്റ് 1 ആണ്. ഇനി പോട്ടെ, ഇങ്ങനെ ഒരു സീക്വൻസ് 1 2 1 3 1 4 ഓക്കെ എക്സെട്ര കൺസിഡർ ചെയ്യുക, ഇതിന്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആണ് 1 ഒരു ലിമിറ്റ് പോയിന്റ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് എക്സാമ്പിൾ. എന്ന് വെച്ചാൽ ഏത് നൈബർഹുഡ് എടുത്താലും സീക്വൻസിലെ ഇൻഫൈനൈറ്റ്ലി മെനി മെമ്പേഴ്സ് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ L എന്ന് പറയുന്ന ലിമിറ്റ് പോയിന്റ് ആവും. അപ്പൊ എന്താണ് ഈ ലിമിറ്റും ലിമിറ്റ് പോയിന്റും തമ്മിലുള്ള വ്യത്യാസം? എല്ലാ ലിമിറ്റും എന്താണ്, ലിമിറ്റ് പോയിന്റ് ആണ്. പക്ഷെ എവറി ലിമിറ്റ് പോയിന്റ് നീഡ് നോട്ട് ബി a ലിമിറ്റ്, അല്ലേ? അത് നമ്മൾ കണ്ടു. എന്താണ്, നമ്മളിപ്പം ഈ എക്സാമ്പിൾ ഒക്കെ കണ്ടു അല്ലെ? ഇപ്പൊ 0 to അതിന്റെ എക്സാമ്പിൾ കണ്ടു. ഓക്കെ, ഈ കേസിൽ നമ്മൾ പറഞ്ഞു 0 ലിമിറ്റ് പോയിന്റ് ആണ്, പക്ഷെ ആ സെറ്റിന്റെ ലിമിറ്റ് അല്ല. ഓക്കെ, ആ സീക്വൻസിന്റെ ലിമിറ്റ് അല്ല. ഓക്കെ, സോ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. എല്ലാ ലിമിറ്റും ലിമിറ്റ് പോയിന്റ് ആണ്, പക്ഷെ എല്ലാ ലിമിറ്റ് പോയിന്റും എന്താണെന്നില്ല, ലിമിറ്റ് ആവണമെന്നില്ല. ഓക്കെ, പിന്നെ ഈ ലിമിറ്റ് പോയിന്റ് ഇപ്പം ഓക്കെ ഒരു കാര്യം കൂടി പറയാം. നമുക്കിപ്പം ഒരു സെറ്റ് സീക്വൻസ് എസ് എന്ന് പറയുന്നത് ജസ്റ്റ് കോൺസ്റ്റന്റ് സീക്വൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് വിചാരിച്ചാൽ അതിന് എന്തുണ്ട്, ഒരു ലിമിറ്റ് പോയിന്റ് ഉണ്ട് 1 എന്ന് പറയുന്നത്. ഈ സീക്വൻസിന്റെ റേഞ്ച് സെറ്റ് എന്താണ്, റേഞ്ച് സെറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? പക്ഷെ ഈ റേഞ്ച് സെറ്റിന് എന്തില്ല, ലിമിറ്റ് പോയിന്റ്സ് ഇല്ല. അപ്പം സീക്വൻസിന് ലിമിറ്റ് പോയിന്റ് ഉണ്ട് വെച്ചിട്ട് അതിന്റെ റേഞ്ച് സെറ്റിന് ലിമിറ്റ് പോയിന്റ് ഉണ്ടാവണം എന്നില്ല. കാരണം അത് വേണമെങ്കിൽ അതിൽ ഉണ്ടാവും ചെയ്യാം കേട്ടോ. അതിനിപ്പം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്താണ് നമ്മുടെ എന്താ -1 1 അതെടുത്താല് അതിന്റെ ലിമിറ്റ് പോയിന്റ്സ് ആണ് 1 ഉം -1 ഉം അല്ലെ? ഈ ANന്റെ ലിമിറ്റ് പോയിന്റ്സ് ആണ് 1 ഉം -1. നമ്മൾ അതിന്റെ റേഞ്ച് സെറ്റ് എടുത്താൽ 1 ഉം -1 ഉം ഉണ്ട്. ഓക്കെ, അപ്പൊ അഗെയിൻ അത് ലിമിറ്റ് പോയിന്റ് ആകുന്നില്ലല്ലോ അല്ലെ? ലിമിറ്റ് പോയിന്റ് ഇല്ല എന്നാ വരുന്നത് വീണ്ടും. ഓക്കെ, അത് പോട്ടെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി ലിമിറ്റ് പോയിന്റ് വരാം, എന്താ പറയാ, നമ്മുടെ റേഞ്ച് സെറ്റിന് ലിമിറ്റ് പോയിന്റ് വരാട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഏതെങ്കിലും എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് എന്താണ് SN എന്ന് പറയുന്നത് എന്താണ് 1/n കൺസിഡർ ചെയ്തു, നമ്മുടെ 1/n എടുത്തു. അപ്പൊ നമുക്കറിയാം 0 എന്ന് പറയുന്നത് എന്താണ്, ഈ സീക്വൻസിന്റെ ലിമിറ്റ് പോയിന്റ് ആണ്. അതിന്റെ റേഞ്ച് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്താലും അതിനെന്താണ്, ലിമിറ്റ് പോയിന്റ് 0 വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബോൾസാനോ വീസ്ട്രാസ് തിയർ ആണ്. എവറി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ ലിമിറ്റ് പോയിന്റ്.
ഏത് ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും അതിനൊരു ലിമിറ്റ് പോയിന്റ് ഉണ്ടാവും. കോൺവേഴ്സ് ട്രൂ അല്ല അല്ലേ? കോൺവേഴ്സ് ട്രൂ അല്ല എന്നാണെങ്കിൽ 1 2 1 4 1 6 എക്സെട്ര കൺസിഡർ ചെയ്താൽ ഇതിന് എന്തുണ്ട്? ഹാസ് എ ലിമിറ്റ് പോയിന്റ്. ഇറ്റ് ഹാസ് എ ലിമിറ്റ് പോയിന്റ് 1 ബട്ട് നോട്ട് എ ബൗണ്ടഡ് സീക്വൻസ്. ബൗണ്ടഡ് അല്ലാത്ത ഒരു സീക്വൻസ് ആണിത്. അപ്പോൾ കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല. ഇനി നമുക്ക് എന്താണ് സബ് സീക്വൻസ് നോക്കാം. If sequence n is a1, a2, etc. be a sequence, then any infinite succession of terms picked out in any way but preserving the original order is called the subsequence of n. ഇത്രേ പറയുന്നുള്ളൂ. It is ഇപ്പോൾ നമുക്ക് 1 2 3 4 etc. subsequence ആണ് ഈവൻ നമ്പേഴ്സ് ഇത് 2 4 6 etc. ഓക്കെ, ഇവിടെ എന്താ പറയണത്? ബട്ട് പ്രിസർവിങ് ദി ഒറിജിനൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സബ്സീക്വൻസ് ആയിട്ട് എനിക്ക് 8 12 4 എക്സെട്ര എന്ന് പറയുന്നത് ഈ സീക്വൻസിന്റെ സബ് സീക്വൻസ് ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ഓർഡർ പ്രിസർവ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ ഫൈൻ. ഇനി സബ് സീക്വൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് റിസൾട്ട്സ് ആണ്. എ സീക്വൻസ് എ കൺവെർജസ് ടു എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എവറി സബ് സീക്വൻസ് കൺവെർജസ് ടു എ. ഓക്കെ, അതിന്റെ എല്ലാ സബ് സീക്വൻസും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് കേട്ടോ. ഒരു സീക്വൻസ് എയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിന്റെ എല്ലാ സബ് സീക്വൻസും എയിലേക്ക് കൺവേർജ് ചെയ്യും. ഇതേപോലെ അത് ഇൻഫിനിറ്റിയിലും ഹോൾഡ് ചെയ്യും. ദാറ്റ് ഇസ് ലിമിറ്റ് എ ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിന്റെ എല്ലാ സബ് സീക്വൻസും ഇൻഫിനിറ്റിയോ മൈനസ് ഇൻഫിനിറ്റിയോ ആണ്. പിന്നെ പറയുന്നത് എൽ എന്ന് പറയുന്നത് നമുക്ക് എന്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ദർ എക്സിസ്റ്റ് എ സബ് സീക്വൻസ് എ എൻ കെ ഓഫ് എ എൻ വിച്ച് കൺവെർജസ് ടു ദാറ്റ് ലിമിറ്റ് പോയിന്റ്. ഓക്കെ, സോ ഇതൊക്കെയാണ് സീക്വൻസ് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ.